ഈ കാണുന്ന വലിയ ആൾക്കൂട്ടമൊന്നും വിജയുടെ രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുന്ന ജനതയുടെ ഒരു സമ്മതിയായിട്ട് കാണാനേ കഴിയില്ല. അതുകൊണ്ടാണ് കമലഹാസൻ പറഞ്ഞത് ആൾക്കൂട്ടം കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത്. ഇനി കരൂർ വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് 2009 വിജയ് സൃഷ്ടിച്ച വിജയുടേതായിട്ടുള്ള വിജയ് മക്കൾ എന്ന് പറയുന്ന ഏക്കം എന്ന് പറയുന്ന ഒരു ഫാൻസ് ക്ലബ്ബുണ്ട്. ആ ഫാൻസ് ക്ലബ്ബിൽ നിന്ന് ഒരു പടി പോലും വളർന്നിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് തമിഴക വെട്രിക്കഴകം. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ, 2009 ഈ വിജയ് മക്കൾ ഇയക്കം സ്ഥാപിച്ചതിനു ശേഷം അദ്ദേഹം ആ സമയങ്ങളിലെല്ലാം ആലോചിച്ചിരുന്നത് എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരണം. അപ്പോഴും പൊതുജനത്തിൻ്റെ ചോദ്യം ഇയാളുടെ രാഷ്ട്രീയം എന്താണ്, ഇയാൾ ആർക്കൊപ്പമാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ, ആദ്യം ഈ വിജയ് മക്കൾ ഇയക്കം പാർട്ടിയായി രൂപീകരിക്കപ്പെടാത്ത കാലത്ത് ADMKക്കാണ് പിന്തുണ കൊടുക്കുന്നത് 2011. പിന്നീട് അതിനുശേഷം വിജയ് മക്കൾ ഇയക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നത് 2024. അതിനു മുൻപ് ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 169 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. അതിൽ വലിയ റേറ്റ് ഉണ്ടായിരുന്നു. ഏകദേശം 60% ആളുകളെ വിജയിപ്പിക്കാൻ സാധിച്ചു. 115 തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ വിജയ് മക്കൾ ഇയക്കം എന്ന ഈ വിജയുടെ ഫാൻസ് ക്ലബ്ബ് തന്നെ സൃഷ്ടിച്ചെടുത്തു. അതിനുശേഷമാണ് ഒരു പൂർണ്ണ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നതിനെക്കുറിച്ച് വിജയ് ആലോചിക്കുന്നത്.